അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഓൾജിബ്രായിക് സിസ്റ്റം എന്താണ്, ഓൾജിബ്രായിക് സ്ട്രക്ചർ എന്താണെന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ ബേസിൽ വരുന്നതാണ് ഗ്രൂപ്പ്, റിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഓൾജിബ്രായിക് സിസ്റ്റം. അതായത് ബൈനറി ഓപ്പറേഷൻസ് വിത്ത് നോൺ എംപ്റ്റി സെറ്റ്, ഇതിനെയാണ് നമ്മൾ ഓൾജിബ്രായിക് സ്ട്രക്ചർ എന്ന് പറയുക. എക്സാമ്പിളായിട്ട് നാച്ചുറൽ നമ്പർ പ്ലസ് ഡോട്ട്, അതായത് നാച്ചുറൽ നമ്പർ ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്ലസ് ഡോട്ട് എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻസ് ആണെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആർ എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്. റിയൽ നമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ബൈനറി ഓപ്പറേഷൻ പ്ലസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുണ്ട്. അതേപോലെ ഇതേപോലൊരു സെറ്റ് ഓഫ് സിസ്റ്റം, ഓൾജിബ്രായിക് സിസ്റ്റം തന്നിട്ട് അത് ഗ്രൂപ്പാണോ സെമി ഗ്രൂപ്പാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ വരും. ഞാൻ അധികം നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇത് എടുക്കുന്നത്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. എങ്ങനെയാണോ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആ ഒരു ഫോർമാറ്റിലാണ് ഞാൻ പഠിപ്പിച്ച് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് ഗ്രൂപ്പ് എന്നാണ് നോക്കുന്നത്. ഇനി നോക്കൂ, ഈ ഒരു രീതിയിൽ G, സ്റ്റാർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അസോസിയേറ്റീവ് ആണോ നോക്കണം. അതിനുശേഷം ഐഡൻറ്റിറ്റീവ് എലമെൻ്റ് ഉണ്ടോ ഇതിൽ നോക്കണം. അതേപോലെ ഇൻവേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഈ 3 കാര്യങ്ങളാണ് മസ്റ്റായിട്ട് ഒരു ഗ്രൂപ്പാണോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അസോസിയേറ്റീവ് ആണോ നോക്കുമ്പോൾ സ്റ്റാർ ആണോ അസോസിയേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, A സ്റ്റാർ B സ്റ്റാർ C ഈക്വൽ ടു A സ്റ്റാർ B സ്റ്റാർ C. ഈ ഒരു കേസാണ്. ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. ചിലപ്പോൾ നമുക്കിവിടെ N സ്റ്റാർ എന്നായിരിക്കും, ചിലപ്പോൾ R സ്റ്റാർ എന്നായിരിക്കും. അപ്പോൾ ആ ഒരു റിയൽ നമ്പറിൽ നമുക്ക് ഈ ഒരു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, സ്റ്റാറിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇനിയിപ്പോൾ നാച്ചുറൽ നമ്പറാണ് ഇവിടെ തരുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ നാച്ചുറൽ നമ്പറിൽ അസോസിയേറ്റീവ് ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അടുത്താണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് E, അതായത് A സ്റ്റാർ E ഈക്വൽ ടു E സ്റ്റാർ A. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡും ചെക്ക് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതലായിട്ട് ക്ലിയർ ആവും. ഞാൻ ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ട് പോവുക ചെയ്യുന്നത്. ആദ്യം തേർഡ് പ്രോപ്പർട്ടി ആയിട്ട് വരുന്നില്ലെങ്കിൽ മൂന്നാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് A ആണ്. അതായത് A സ്റ്റാർ A ഇൻവേഴ്സ്. ഇവിടെ സ്റ്റാർ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ സ്റ്റാർ കൊടുക്കുന്നത്. ഇനി പ്ലസ് ആണെങ്കിൽ നമുക്കിവിടെ A പ്ലസ് E ഈക്വൽ ടു E പ്ലസ് A ആയിരിക്കും വരിക. അതേപോലെ തന്നെ A പ്ലസ് A ഇൻവേഴ്സ് ആയിരിക്കും ഇവിടെ വരിക. ഇവിടെ സ്റ്റാർ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ A സ്റ്റാർ A ഇൻവേഴ്സ് ഈക്വൽ ടു A ഇൻവേഴ്സ് സ്റ്റാർ A, ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഒരു എക്സാമ്പിൾ പറയാം. Z സ്റ്റാർ, അതായത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം അസോസിയേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ A പ്ലസ് B പ്ലസ് C ഈക്വൽ ടു A പ്ലസ് B പ്ലസ് C. നമുക്ക് എന്തായാലും സെഡിൽ എന്താണ് ഈ ഒരു പ്ലസ് പ്രോപ്പർട്ടി അസോസിയേറ്റീവ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഐഡൻറ്റിറ്റി എലിമെൻ്റ് ഏതാന്നുള്ളതാണ്. നമുക്കിവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ A പ്ലസ് 0 ഈക്വൽ ടു A, അതേപോലെ 0 പ്ലസ് A ഈക്വൽ ടു എന്താണ് A തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ 0 ആണ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഇൻവേഴ്സ് എന്താണ്. ഇവിടെ ഇൻവേഴ്സ് എന്താണെന്നുള്ളതാണ് നോക്കണ്ടേ. അപ്പോൾ A പ്ലസ് A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 0 ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെ മൈനസ് A പ്ലസ് A എന്ന് പറഞ്ഞാലും നമുക്കിവിടെ 0 ആണ് കിട്ടുന്നത്. അതായത് എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ മൈനസ് A ആണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് Z ആണല്ലോ. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റീജേഴ്സ് ആണല്ലോ. ചിലപ്പോൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആവാം. അതൊക്കെയാണ് Z കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അതേപോലെ തന്നെ 0 സെഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് A പ്ലസ് അല്ലെങ്കിൽ ഏത് നമ്പറോ ആയിക്കോട്ടെ എയുടെ ഭാഗത്ത് അത് പ്ലസ് 0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A കിട്ടും, അല്ലെങ്കിൽ ആ നമ്പർ കിട്ടും. അതേപോലെ തന്നെ 0 പ്ലസ് A ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ നമ്പർ കിട്ടും. പിന്നെ അടുത്തത് നമുക്ക് ഇൻവേഴ്സ് പ്രോപ്പർട്ടിയാണ്. അതായത് ഏതൊരു നമ്പർ എടുത്തോ അതിൻ്റെ ഇൻവേഴ്സ്. ഇപ്പോൾ 2 എടുക്കുകയാണെങ്കിൽ -2, അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ -2 ആണല്ലോ, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്നുള്ള രീതി. അപ്പോൾ A പ്ലസ് മൈനസ് A ഈക്വൽ ടു 0 ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെ മൈനസ് A പ്ലസ് A ഈക്വൽ ടു നമുക്ക് 0 എന്ന് കിട്ടും. അതായത് ഇവിടെ E ആണെന്നാണല്ലോ പറയുന്നത്. നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻ്റ് തന്നെയാണ് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമ്പിൾ എന്താണ്, Z പ്ലസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണെന്നാണ് പറയുന്നത്. ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആദ്യം അസോസിയേറ്റീവ് ആണോ ചെക്ക് ചെയ്യുക, അതിനുശേഷം അതിൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അതിനുശേഷം ഇൻവേഴ്സ് ചെക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു ഗ്രൂപ്പാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് എബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ആണ് എബീലിയൻ ഗ്രൂപ്പ്. എബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നോക്കൂ, G സ്റ്റാർ A നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഗ്രൂപ്പാണെന്നുള്ള എല്ലാ പ്രോപ്പർട്ടിയും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അതായത് അസോസിയേറ്റീവ് ആണെന്നോ ഇൻവേഴ്സ് ആണെന്നോ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി ഏതാണെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് കൂടെ നമ്മൾ നോക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് അബീലിയൻ ഗ്രൂപ്പ്. അബീലിയൻ ഗ്രൂപ്പ് എന്ന് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് കൂടെ ചെക്ക് ചെയ്യണം. കൂടെ അസോസിയേറ്റീവും ഇൻവേഴ്സും ഐഡൻറ്റിറ്റിയും കൂടെ ചെക്ക് ചെയ്യണം.
അബീലിയൻ ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾ പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഈ ഒരു കേസ് നോക്കാം. ഇവിടെ നോക്കൂ, എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ. നമ്മളോട് ഇത് പ്രൂവ് ചെയ്യാനാണ് പറയാം. എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ എന്നൊക്കെ പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഇങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മളധികം ഇൻവേഴ്സ് റൂളാണ് ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. കാരണം ഇൻവേഴ്സ് ആണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻവേഴ്സ് റൂളാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നമുക്കറിയാം എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ, ഇ ആണെന്നറിയാം. നമുക്കിവിടെ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ. അപ്പോൾ നമുക്ക് ഈ എക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ ഒരു കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് പിന്നെ ദെൻ ഈ എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ എന്ന് കൊടുക്കാം. എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്, അതായത് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയല്ലോ. സോ എ എന്ന് കൊടുത്തു, ഈ എ ഇൻവേഴ്സ് ഇതേപോലെ തന്നെ കൊടുത്തു. അപ്പോൾ എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇ അല്ലേ, നമുക്ക് ആൻസർ കിട്ടി. അതായത് ഇത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇൻവേഴ്സ് റൂളാണ് ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് ഇൻവേഴ്സ് ആയതുകൊണ്ട് ഇൻവേഴ്സ് റൂളാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന് ഓർക്കുക. എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. അപ്പോൾ ഇതാദ്യം ഓർത്ത് വയ്ക്കുക. ഈ എക്ക് പകരം നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താ, എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് പിന്നെ എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ എന്നുള്ളത് കിട്ടും. ദെൻ എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്, കണ്ടോ. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ അതേപോലെ ഇവിടെ എടുത്ത് എഴുതിയേ ഉള്ളൂ. അപ്പോൾ അത് ഇവിടെ എടുത്ത് എഴുതി, അതിനുശേഷം എ ഇൻവേഴ്സ് എഴുതി. അപ്പോൾ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ നമ്മളത് പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ നോക്കൂ, എ ബി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ അതേ ഇൻവേഴ്സ് റൂളാണ് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ. അപ്പോൾ ഈ എക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എ ബി എന്ന് കൊടുക്കാം. എക്ക് പകരം നമ്മൾ എ ബി കൊടുക്കുക. ഇൻവേഴ്സിന് പകരം ബി ഇൻവേഴ്സും എ ഇൻവേഴ്സും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈക്വൽ ടു എ എന്ന് കൊടുക്കാം. അതിനുശേഷം ഈ ബിയും ബി ഇൻവേഴ്സും കൂടെ ഒരുമിച്ച് എഴുതുക, എയും എ ഇൻവേഴ്സും പുറത്തേക്കാക്കി എഴുതാം. അപ്പോൾ ബി ഇൻറ്റു ബി ഇൻവേഴ്സിന് പകരം നമുക്ക് ഇ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും എ ഇൻറ്റു എ ഇൻവേഴ്സ് കൊടുത്തൂടെ എന്ന്. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ എന്നുള്ളതല്ലേ നമുക്ക് ഇതിന്ന് പ്രൂവ് ചെയ്യേണ്ടേ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇ ആണ്, അല്ലെങ്കിൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇ ആയതുകൊണ്ട് തന്നെ ബി ഇൻറ്റു ബി ഇൻവേഴ്സും എന്താണ്, ഇ ആണ്. അത് ഇവിടെ താഴോട്ട് എടുത്ത് എഴുതി. അതിനുശേഷം എ ഇൻറ്റു ഇ എന്ന് പറയുന്നത് എന്താണ്, എ ആണ്. അപ്പോൾ എ ഇൻറ്റു ഇക്ക് പകരം എ എഴുതി. അപ്പോൾ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ എന്നുള്ളത് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഇങ്ങനെയാണ് നോർമലായിട്ട് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യാം. ഇൻവേഴ്സ് മെത്തേഡ്, ഇൻവേഴ്സ് റൂൾ എന്താണെന്ന് എഴുതുക. ഇൻവേഴ്സ് റൂളിലേക്ക് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാം, ഇൻവേഴ്സ് റൂള് പ്രൂവ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഞങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ റാഷണൽ നമ്പേഴ്സാണ്, പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എബീലിയൻ ഗ്രൂപ്പാണ് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അസോസിയേറ്റീവ് ആണോ ചെക്ക് ചെയ്യണം, കമ്മ്യൂട്ടേറ്റീവ് ആണോ ചെക്ക് ചെയ്യണം, ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണോ ചെക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഇൻവേഴ്സ് റൂൾ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷനാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ചെയ്യാനുള്ളത് എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താ പറയുക ഇക്വേഷനാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. ആദ്യം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നോക്കാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റാർ ആയതുകൊണ്ട് തന്നെ എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് എടുത്ത് എഴുതി. അപ്പോൾ ബി സ്റ്റാർ സിക്ക് പകരം നമുക്ക് ബി സി ഡിവൈഡഡ് ബൈ, ഇതിനെ കേട്ടോ ഞാൻ പറയണേ, ബി സ്റ്റാർ സിക്ക് പകരം ബി സി ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. എ സ്റ്റാർ ബിക്ക് പകരം എ ബി ഡിവൈഡഡ് ബൈ 2 എന്ന് എടുത്ത് എഴുതാം. അപ്പോൾ എ സ്റ്റാർ ബി സി ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സ്റ്റാർ. ഈ എ സ്റ്റാർ ബിക്ക് പകരമാണ് എ ബി ഡിവൈഡഡ് ബൈ 2 എഴുതിയിട്ടുള്ളത്. ബി സ്റ്റാർ സിക്ക് പകരമാണ് ബി സി ഡിവൈഡഡ് ബൈ 2 എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനൊരു എലമെൻറ്റും ആയിട്ട് കണക്ക് കൂട്ടാം. അതായത് എ സ്റ്റാർ ബി എന്നുള്ള പോലെ നമുക്ക് ഇതിനൊരൊറ്റ എലമെൻ്റായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വരും, ഈ ഒരു ഇക്വേഷൻ എ സ്റ്റാർ ബിക്കാണ് നമ്മൾ എ ബി ഡിവൈഡഡ് ബൈ 2 കൊടുത്തിട്ടുള്ളത്. ഇവിടെ എ സ്റ്റാർ ഇൻറ്റു ബി സി ഡിവൈഡഡ് ബൈ 2 ആണ്. ഈ ബിക്ക് പകരം ബി സി ഡിവൈഡഡ് ബൈ 2 ആണ്. സോ എന്ത് ചെയ്യാം, എ ബി ഡിവൈഡഡ് ബൈ 2ൽ ആ ബിക്ക് പകരം നമ്മൾ ഇത് കൊടുക്കുക, എ സ്റ്റാർ ബി സി ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ 2. അതായത് എ സ്റ്റാർ ബിക്ക് പകരം എ ബി ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾ എഴുതുന്നത്. ഒരു സ്റ്റാർ കൊടുക്കണമെന്നില്ല കേട്ടോ, എ ബി ഡിവൈഡഡ് ബൈ 2 ആണ് എഴുതേണ്ടത്. സോ ഇത് എ, ഇത് ബി, ഈ ഒരു സെറ്റ് മൊത്തം ഒരു എലമെൻ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ബി ഹോൾ ഡിവൈഡഡ് ബൈ 2. അതേപോലെ തന്നെയാണ് ഈ കേസിലും വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, എ ബി സി ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഈ 2 2 നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയരുത്, ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ എ ബി സി ഡിവൈഡഡ് ബൈ 4, ഇവിടെ അത് എ ബി സി ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞു. ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും സെയിം ആയിട്ട് കിട്ടിയതുകൊണ്ട് ഇത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു.
ഇനി അടുത്തത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ സ്റ്റാർ വന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഓപ്പറേഷൻ സ്റ്റാർ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ ബി ഡിവൈഡഡ് ബൈ 2 ആണ്. ബി സ്റ്റാർ എ എന്ന് പറയുന്നത് ബി എ ഡിവൈഡഡ് ബൈ 2 ആണ്. രണ്ടും സെയിം ആണ്. സോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അടുത്ത നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഐഡൻറ്റിറ്റി റൂളാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഒരു ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി എലിമെൻറ്റ് ഇതിലുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ, ഇ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തില്ലേ, നമ്മുടെ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ, ഇ സ്റ്റാർ എ ഈക്വൽ ടു എ എന്നുള്ളതാണ് നോക്കണം. നേരെ തിരിച്ചും നോക്കണം കേട്ടോ. ഇവിടെ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ 2 ആയതുകൊണ്ട് എ സ്റ്റാർ ഇക്ക് പകരം എ ഇ ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഈ എ ഉള്ളത് കൊണ്ട് അതിന് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി ഇ ഡിവൈഡഡ് ബൈ 2 അല്ലേ ഉള്ളത്. അപ്പോൾ ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇ ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഈ 2 എന്ന് പറയുന്നത് നമ്മുടെ ക്യൂ പ്ലസ്സിലുള്ള ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ഐഡൻറ്റിറ്റീവ് എലമെൻ്റ് ആണ് എന്ന് നമുക്ക് ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് നമുക്ക് കിട്ടി. ഇതേപോലെ തന്നെ ഇ സ്റ്റാർ എയും കണ്ടുപിടിക്കാം, നേരെ തിരിച്ചും കണ്ടുപിടിക്കാം. അപ്പോൾ ഇ എ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എ, എയും എയും ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി ഇ ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഇക്വേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഈക്വൽ ആയിട്ട് കിട്ടി. സോ ഇതെന്താണ്? ഒരു ഐഡൻറ്റിറ്റിയാണ്. ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഇനി നെക്സ്റ്റ് 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ആണ്. ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ എന്നുള്ളതാണ്. ഇ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടിയത് 2 ആണ്. അപ്പോൾ എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. ഇവിടെ എ സ്റ്റാർ ബിക്ക് പകരം എ ബി ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതുന്നതുകൊണ്ട് നമുക്കിവിടെ എന്ത് കൊടുക്കാം? എ സ്റ്റാർ എ ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കാം. ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി ഇതിൽ എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 4 വരും. ഈ എനെ താഴോട്ട് കൊണ്ടുപോകുമ്പോൾ എ കിട്ടും. അപ്പോൾ 4/a എന്ന് കിട്ടും. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 4/a ആണ്. അതേപോലെ തന്നെ നേരെ തിരിച്ച് ചെയ്യാം. എന്താണ്? എ ഇൻവേഴ്സ് സ്റ്റാർ എ ഈക്വൽ ടു 2 എന്ന് കിട്ടും. അത് നേരെ തിരിച്ച് ഇവിടെ ചെയ്ത പോലെ നേരെ തിരിച്ചും കൂടെ ഇവിടെ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്തു? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണ് നമ്മൾ ചെക്ക് ചെയ്തു, കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കി, ഐഡൻറ്റിറ്റീവ് എലമെൻറ്റ് ഉണ്ടോ നോക്കി, അതേപോലെ തന്നെ എ ഇൻവേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ നോക്കി. ഈ 4 കേസുമാണ് നമുക്ക് ഏതിൽ നോക്കേണ്ടത്? ഒരു എബീലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു ഗ്രൂപ്പ് ആണോ എന്ന് നോക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അസോസിയേറ്റീവ് ആണോ കമ്മ്യൂട്ടേറ്റീവ് ആണോ, അതേപോലെ കമ്മ്യൂട്ടേറ്റീവ് നോക്കണ്ട, അസോസിയേറ്റീവ് ആണോ ഐഡൻറ്റിറ്റീവ് ആണോ, അതേപോലെ തന്നെ ഇൻവേഴ്സ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതൊരു എബീലിയൻ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് കമ്മ്യൂട്ടേറ്റീവും കൂടെ ചെക്ക് ചെയ്തത്. ഇവിടെ സ്റ്റാർ ഓപ്പറേഷൻ വന്നുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ എന്ത് ചെയ്തത്? സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ ആഡ് ചെയ്തത്. ഇനി ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെയൊക്കെ നമ്മൾ പ്ലസ് ഓപ്പറേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ വരരുത്. അതേപോലെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാണ്ട് വിടരുത്. എബീലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അസോസിയേറ്റീവ്, കമ്മ്യൂട്ടേറ്റീവ്, ഐഡൻറ്റിറ്റി, അതേപോലെ തന്നെ ഇൻവേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് എഴുതി വയ്ക്കുക. എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ വലിയ മാർക്കിന് ചോദിക്കും. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. എന്നാൽ ഇതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും വരികയില്ല. കാരണം ഇത് അത്യാവശ്യം ഒരു എന്താ പറയുക മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യനാണ്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിക്ക് ചെയ്ത് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ആണ് ഹോമോമോർഫിസം. ഗ്രൂപ്പ് ഹോമോമോർഫിസം എന്ന് പറഞ്ഞ് രണ്ട് ഫംഗ്ഷനുകൾക്കിടയിലുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് എഫ് ഫ്രം ജി സ്റ്റാർ ടു എച്ച് ഡോട്ട് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ഗ്രൂപ്പ് ജി സ്റ്റാർ ടു എച്ച് ഡോട്ട് ഈസ് സെഡ് ടു ബി എ ഗ്രൂപ്പ് ഐസോമോർഫിസം ഇഫ് എഫ് ഓഫ് എ സ്റ്റാർ ബി ഈക്വൽ ടു എഫ് ഓഫ് എ ഡോട്ടാണ് കേട്ടോ, വരെ സ്റ്റാർ അല്ലേ, എഫ് ഓഫ് എ ഡോട്ട് എഫ് ഓഫ് ബി. അതായത് ഒരു ഫംഗ്ഷനിൽ നിന്ന് ഈ ഒരു എഫ് ഓഫ് എ സ്റ്റാർ ബി എന്ന് പറയുന്നത് ജിയിലും ഇവിടെ ഇത് കൺസിസ്റ്റ് ചെയ്യുന്നത് എച്ചിലും ആയിരിക്കും. അതായത് ഇവിടെ ഈ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്പറേഷനിൽ നിന്ന് എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷനിലേക്ക് ഇത് നമ്മുടെ ഡൊമെയിനും ഇത് റേഞ്ചും ആണെന്ന് കൺസിഡർ ചെയ്യുക. ഈ ഒരു ഡൊമെയിനിൽ നിന്ന് റേഞ്ചിലേക്ക് നമ്മുടെ എന്താ പറയുക ആ ഒരു ഓപ്പറേഷൻ തന്നെ നമുക്ക് ചേഞ്ച് ആവുന്ന രീതിയിലാണ് നമ്മുടെ ഹോമോമോർഫിസം വരുന്നത്. ഇങ്ങനെയാണ് ഹോമോമോർഫിസത്തിൻ്റെ ഡെഫിനിഷൻ വരിക. ഇത് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡെഫിനിഷൻ മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം. ഇനി നെക്സ്റ്റ് വൺ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല, എന്നാൽ പോലെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അതായത് എഫ് ഓഫ് സെഡ് ക്രോസ് സെഡ് പ്ലസ് 2z പ്ലസ്, ഈ ഒരു പ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഡേഡ് പെയേഴ്സൊക്കെ നമ്മൾ എഴുതുമ്പോൾ നമുക്കത്
അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്ലസ് ആണെന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള പ്ലസ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ നോർമൽ അഡീഷൻ. എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് മൈനസ് വൈ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 എലമെൻറ്റ് വേണം, കാരണം ഓർഡേഡ് പെയേഴ്സ് അല്ലേ, ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ് അല്ലേ വരുന്നത്. അതുകൊണ്ട് ഓർഡേഡ് പെയേഴ്സ് ആയിട്ട് വരുന്നുണ്ട്, രണ്ട് എലമെൻറ്റ്സ് ആയിട്ട് വേണം. സോ x1 കോമ y1 x2 കോമ y2 ഇത് z ക്രോസ് z ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തു. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കേസ് എടുത്തു, എഫ് ഓഫ് x1 കോമ y1 പ്ലസ് x1 കോമ y2. ഇനി എന്ത് ചെയ്യണം, ഇതിനെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, x1 പ്ലസ് x2 y1 പ്ലസ് y2 എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതണം. ഇത് ഓർഡേഡ് പെയർ ഓഫ് z ക്രോസ് z അല്ല, അതായത് z ക്രോസ് zലുള്ള എലമെൻ്റ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി എഫ് ഓഫ് x1 പ്ലസ് x2 കോമ y1 പ്ലസ് y2 ഈക്വൽ ടു, ഇവിടെ എഫ് ഓഫ് എക്സ് കോമ വൈനെ നമ്മൾ എക്സ് മൈനസ് വൈ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തെഴുതാം, ഇതൊരു എലമെൻറ്റായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ x1 പ്ലസ് x2 മൈനസ് y1 പ്ലസ് y2 എന്ന് എഴുതി. അപ്പോൾ ഇതിനൊന്ന് ബ്രാക്കറ്റൊക്കെ മാറ്റിയിട്ട് എഴുതുമ്പോൾ x1 പ്ലസ് x2 മൈനസ് y1 മൈനസ് y2 എന്ന് വരും. ഈ മൈനസ് ഉള്ളിലേക്ക് വരും, അപ്പോൾ മൈനസ് y2 എന്ന് വന്നു. ഇനി എന്ത് വേണം, ഈ ഒരു x1ഉം നമുക്ക് എക്സും വൈയും ഒക്കെ അടുപ്പിച്ച് എഴുതാം, അതായത് x1ഉം y1ഉം ഒരുമിച്ച് എഴുതാം, x2ഉം y2 ഒരുമിച്ച് എഴുതാം. അപ്പോൾ x1 മൈനസ് y1 പ്ലസ് x2 മൈനസ് y2 എന്ന് വന്നു. ഓക്കെ, ഈ x1 മൈനസ് y1 എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വൈക്ക് നമ്മൾ എഫ് ഓഫ് എക്സ് കോമ വൈ എന്നല്ല എഴുതിയിട്ടില്ലേ. സോ ഇവിടെ എഫ് ഓഫ് x1 കോമ y1 നടുക്കിൽ പ്ലസ് ആണ്, നോർമൽ പ്ലസ് സിമ്പിളാണ്, നോർമൽ പ്ലസ് എഫ് ഓഫ് x2 കോമ y2 എന്ന് എഴുതി. ഇത് കറസ്പോണ്ടിങ് എന്തിൻ്റെ ആയിരുന്നു, നമ്മുടെ z ക്രോസ് zലുള്ള പ്ലസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്, നമ്മുടെ ഹോമോമോർഫിസം വഴി ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെഡിലെ ബൈനറി ഓപ്പറേഷനിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോമോമോർഫിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഒന്നും കൂടെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. നെക്സ്റ്റ് ഹോമോമോർഫിസം കഴിഞ്ഞാൽ പിന്നെ നോക്കാനുള്ളത് കോസെറ്റ്സ് എന്താണ്, അതേപോലെ തന്നെ തിയറം പഠിക്കാനുണ്ട്, പിന്നെ നിങ്ങൾക്ക് റിങ് എന്താണെന്നുള്ളത് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഡിഫൈൻ ചെയ്യാനേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ, ഭയങ്കര ഡീപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ ഹോമോമോർഫിസം ഡിഫൈൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അത് മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. അതിൻ്റെ എക്സാമ്പിൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. അത് ഭയങ്കര ടഫായിട്ടുള്ള സംഭവമല്ല, അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനെങ്കിലും ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ എബീലിയൻ ഗ്രൂപ്പൊക്കെ ചോദിക്കാറുണ്ട്, അസോസിയേറ്റീവ് ആണോ, കമ്മ്യൂട്ടേറ്റീവ് ആണോ, ഇൻവേഴ്സ് ആണോ, ഐഡൻറ്റിറ്റി ആണോ, ഇതൊക്കെ നമ്മൾ എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആണോ ചെക്ക് ചെയ്യുക. പിന്നെ അതേപോലെ ഗ്രൂപ്പാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഗ്രൂപ്പാണോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ അസോസിയേറ്റീവ് ആണോ, ഐഡൻറ്റിറ്റി എലിമെൻ്റ് ഉണ്ടോ, അതേപോലെ തന്നെ ഇൻവേഴ്സ് ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് പഠിക്കാം. ഓക്കെ.